അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഇക്കുറി ഉത്സവങ്ങളുടെ പെരുമഴക്കാലമാണ് വരാൻ പോകുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിൽ ഈ കൊല്ലം മാത്രം ആഘോഷിക്കപ്പെടുന്നത് 12 ഉത്സവങ്ങളായിരിക്കും. ഫെബ്രുവരി 14 ബസന്ത് പഞ്ചമിയോടെയാകും ആദ്യത്തെ ഉത്സവത്തിന്റെ തുടക്കം. രാമനവമി, സീതാനവമി, നരസിംഹ ജയന്തി, സാവൻ ജൂല ഉത്സവ്, ജന്മാഷ്ടമി, ഭവന്ത്വാദശി, വിജയദശമി, ശരത് പൂർണിമ, ദീപാവലി, വിവാഹ പഞ്ചമി, മകരസംക്രാന്തി എന്നിവ ക്ഷേത്ര പരിസരത്ത് വിപുലമായി ആഘോഷിക്കും. അങ്ങനെ വരുമ്പോൾ വർഷം മുഴുവൻ ബാലകരാമൻ ഉത്സവലഹരിയിലാകും. ശ്രീരാമ ജന്മഭൂമി ശ്രാവൺ ജൂല മേള ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാകും പരിക്രമ മേള സംഘടിപ്പിക്കുക. രാംനവമി മാർച്ച് ഏപ്രിൽ മാസത്തിലും രഥയാത്ര ജൂൺ ജൂലൈ മാസത്തിലും കൊണ്ടാടും. സരയൂ സ്നാനവും രാമവിവാഹവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കും. വരുന്ന ഡിസംബറിൽ രാമായണമേളയും സംഘടിപ്പിക്കും. വസന്തകാലത്തിന്റെ വരവ് ആഘോഷിക്കുന്ന പ്രധാന ഇന്ത്യൻ ഉത്സവങ്ങളിലൊന്നാണ് ബസന്ത് അല്ലെങ്കിൽ വസന്ത പഞ്ചമി. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും കലയുടെയും സംസ്കാരത്തിന്റെയും ദേവതയായ സരസ്വതി ദേവിയുടെ സ്നാനമായ സരസ്വതി പൂജ എന്ന പേരിലും ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ, ആവേശത്തോടെ, ഭക്തിയോടെയാണ് ഈ മഹോത്സവം ആഘോഷിക്കുന്നത്. ഹരിയാനയിലെയും പഞ്ചാബിലെയും കടുക് വയലുകളെ പ്രതിനിധീകരിച്ച് ആളുകൾ മഞ്ഞ വസ്ത്രം ധരിക്കുന്നു. ഈ ദിവസം ആദ്യമായി സ്കൂളിൽ ചേരുന്ന കുട്ടികളെ സരസ്വതി ദേവിയുടെ മുന്നിൽ അവരുടെ ആദ്യ വാക്കുകൾ എഴുതാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ദശരഥന്റെയും കൗസല്യയുടെയും മകനായ ശ്രീരാമദേവൻ അയോധ്യയിൽ ജനിച്ച ദിവസമാണ് രാമനവമി. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനമായതിനാൽ ചൈത്ര നവമി എന്നും രാമനവമി അറിയപ്പെടുന്നുണ്ട്. നീണ്ട 9 ദിവസത്തെ ചൈത്ര നവരാത്രി ആഘോഷങ്ങളിൽ വിവിധ മന്ത്രങ്ങളാൽ പൂജകളും അർച്ചനകളും നടത്തുകയും ക്ഷേത്രങ്ങളും പരിസരങ്ങളും വളരെ വർണ്ണാഭമായി അലങ്കരിക്കുകയും ശ്രീരാമന്റെ ശിശുരൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ചൈത്ര നവരാത്രിയിലെ 9ാമത്തെയും അവസാനത്തെയും ദിവസമാണ് രാമനവമി. പഞ്ചാംഗമനുസരിച്ച് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9ാം ദിവസം പുഷ്യ നക്ഷത്രത്തിലാണ് സീതാദേവി ജനിച്ചത്. ജനക മഹാരാജാവ് യജ്ഞത്തിന് നിലമൊരുക്കാൻ കലപ്പ ഉഴുതുന്നതിനിടയിൽ ഭൂമിയിൽ നിന്നൊരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുകയായിരുന്നു അത്രേ. അവൾ സീത എന്ന് അറിയപ്പെട്ടു. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഈ ദിവസം സീതാനവമി അല്ലെങ്കിൽ സീതാ ജയന്തിയായി ആഘോഷിക്കുന്നത്. പിന്നെ സാവൻ ജൂല ഉത്സവ്, ജന്മാഷ്ടമി, ഭവന്ത്വാദശി, വിജയദശമി, ശരത് പൂർണിമ, ദീപാവലി, വിവാഹ പഞ്ചമി, മകരസംക്രാന്തി എന്നിങ്ങനെ ആഘോഷങ്ങൾ തുടരും. ഇനി വിവാഹ പഞ്ചമിയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. ശ്രീരാമന്റെയും സീതാദേവിയുടെയും വിവാഹ മഹോത്സവം മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5ാം നാളിൽ ഗംഭീരമായി ആഘോഷിക്കുന്നു. ത്രേതായുഗത്തിൽ ഈ ദിവസമാണ് ശ്രീരാമനും സീതയും വിവാഹിതരായത് എന്നാണ് വിശ്വാസം. എല്ലാ വർഷവും മാർഗശീർഷ ശുക്ല പഞ്ചമി ദിനത്തിലാണ് സീതാരാമ വിവാഹ മഹോത്സവം ആഘോഷിക്കുന്നത്. ഈ ദിവസമാണ് വിവാഹ പഞ്ചമി എന്ന് അറിയപ്പെടുന്നത്. മറ്റൊന്ന്, ഇക്കുറി അയോധ്യയിൽ രാമനവമി വളരെ സ്പെഷ്യലാണ്. അന്ന് സൂര്യരശ്മികൾ വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ വീഴുന്ന അപൂർവ കാഴ്ചയ്ക്കും രാമക്ഷേത്രവും അയോധ്യയും സാക്ഷ്യം വഹിക്കും. രാമനവമി ദിനം സൂര്യരശ്മികൾ വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ പതിക്കുന്നത് ഏകദേശം 6 മിനിറ്റോളം നീണ്ടു നിൽക്കും. ഇതിനായി ക്ഷേത്ര ശിഖരം മുതൽ ശ്രീകോവിൽ വരെ ഉപകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉപകരണങ്ങളുടെ ഒരു ഭാഗം ശ്രീകോവിലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ 19 വർഷത്തിലും സൗരചാന്ദ്രമാസങ്ങളുടെ തീയതികൾ ഒരേ തീയതിയിൽ വരുന്നു. ഇത് വെച്ചാണ് രാംലല്ലയ്ക്കായി ഒരു ടിൽറ്റ് മെക്കാനിസം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ കണ്ണാടിയും ലെൻസും ഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ മുകളിലെ കണ്ണാടി രാമനവമി ദിനത്തിൽ കിരണങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിൽ കറങ്ങി ശ്രീരാമന്റെ ശിരസിലെത്തും. ഇതിനായി ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ 3ാം നില വരെയുള്ള ശ്രീകോവിലിന്റെ മുകൾ ഭാഗം വേഗത്തിൽ പൂർത്തിയാക്കുന്ന പരിപാടികളും അയോധ്യയിൽ നടക്കുകയാണ്. രാമക്ഷേത്രത്തിന് സമാനമായ സൂര്യതിലക് സംവിധാനം ചില ജൈനക്ഷേത്രങ്ങളിലും കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലും ഉപയോഗത്തിലുണ്ട്. എന്നാൽ അവിടെ വ്യത്യസ്ത തരം എഞ്ചിനീയറിംഗ് വിദ്യയാണ് ഉപയോഗിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.